ഇന്ന് നമുക്കൊരു പാർട്ടി വെയർ ചെയ്താലോ? ഇത് തന്നെ ഫെസ്റ്റിവൽ വെയർ ആയിട്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ സിൽക്കിൻ്റെ മെറ്റീരിയലാണ് ഞാൻ യൂസ് ചെയ്യണത്. സിൽക്കിൻ്റെ ആ ഒരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ട് 1 ഡ്രോപ്പ് പെയിൻറ്റിൽ 2 ഡ്രോപ്പ് പേൾ പെയിൻറ്റ് ആഡ് ചെയ്യണം. പേൾ പെയിൻ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാബ്രിക് പെയിൻറ്റ്, ഗോൾഡൻ ഫാബ്രിക് പെയിൻറ്റ്. അപ്പോൾ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സിൽക്കിൻ്റെ ആ ഒരു ഗ്ലേസിങ് ഉള്ള ഒരു ടെക്സ്ചർ കിട്ടും. വാട്ടർ കളറിൽ ഫാബ്രിക് പെയിൻറ്റ്, ഗോൾഡൻ ഫാബ്രിക് പെയിൻറ്റ് ആഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു സിൽക്കിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടും. ഇതിലിപ്പോൾ ഞാനൊരു ലെഹങ്കയാണ് വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ബ്ലൗസ് പാർട്ടിന് ക്യൂനാനെ നെക്ക് ലൈനാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അതുപോലെ സ്കേർട്ട് പാർട്ടിൽ പ്ലീറ്റൊക്കെ ഇട്ടിട്ടുള്ളൊരു സ്കേർട്ട്. പിന്നെ ഓപ്പൺ ഹെയറാണ് ഞാൻ വരച്ചു കൊടുക്കുന്നത്. പിന്നെ തലയിൽ ഒരു വെയിൽ പോലെ ഒരു നെറ്റിൻ്റെ ഒരു പീസ് ഉണ്ട്. പിന്നെ ഒരു ഹെഡ് ജ്വല്ലറി, കുന്തൻ സ്റ്റോൺ വെച്ചൊരു ഹെഡ് ജ്വല്ലറിയും പിന്നെ നെക്ലേസും അതുപോലെ തന്നെ കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ടുള്ളതാണ് ഞാനിപ്പോൾ ചെയ്തത്. സ്കേർട്ടിലെ ഗോൾഡൻ വർക്കൊക്കെ ഞാൻ ഗോൾഡൻ ഗ്ലിറ്റർ പെൻ വെച്ചാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ മണ്ടാല ആർട്ടിൽ ചെയ്യുന്ന ഏത് ഡിസൈൻസ് വേണമെങ്കിലും നമുക്ക് സ്കേർട്ടിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഷിമ്മർ ഹൈലൈറ്റ് വരുന്ന ഭാഗങ്ങളിൽ മാത്രം വൈറ്റ് ജെൽ പെൻ വെച്ച് ചെറുതായിട്ട് ഡോട്ട് ഇട്ട് കൊടുക്കുകയോ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി പ്ലീറ്റ് വരുന്ന ഭാഗങ്ങളിൽ കേർവായിട്ട് തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കണം. ആ സ്കേർട്ടിൽ എങ്ങനെയാണോ കേർവിലാണോ ഡിസൈൻ വരിക ആ ഒരു രീതിയിലാണ് നമ്മൾ ഗോൾഡൻ ഗ്ലിറ്റർ പെൻ വെച്ച് ചെയ്ത് കൊടുക്കുന്നത്. നെറ്റ് ഫാബ്രിക്കിൻ്റെ ടെക്സ്ചർ കിട്ടാൻ 1 ഡ്രോപ്പ് ഓഫ് പെയിൻറ്റിൽ 3 ഡ്രോപ്പ് വാട്ടർ മിക്സ് ചെയ്യണം. നല്ല ലൈറ്റായിട്ടാണ് നമ്മൾ, അത്രയും ട്രാൻസ്പെറൻ്റ് ആണല്ലോ, ആ ഒരു ലൈറ്റ്നെസ്സിൽ വേണം നമ്മൾ ആ ഒരു കളറ് അടിച്ചു കൊടുക്കാൻ. ഞാനിപ്പോൾ ഗ്രീൻ നെറ്റാണ് കോൺട്രാസ്റ്റായിട്ട്, റെഡിന് കോൺട്രാസ്റ്റായിട്ട് വെയിലും ഗ്രീനും അതുപോലെ തന്നെ നെക്ലേസും ഗ്രീനാണ് ചെയ്തെടുക്കുന്നത്. നെറ്റിൽ വാട്ടർ കളർ അപ്ലൈ ചെയ്തതിന് ശേഷം ഡ്രൈ ആയതിന് ശേഷം നമുക്ക് അതിൽ നെറ്റിൻ്റെ ആ ഒരു ടെക്സ്ചർ ക്രോസ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. ക്രോസ് ലൈൻസ്, കുറച്ച് വെർട്ടിക്കൽ ലൈൻസും കുറച്ച് ഹൊറിസോണ്ടൽ ലൈൻസും അവിടെ ഇവിടെ ആയിട്ട് എല്ലായിടത്തും ഒരുപോലെ പെർഫെക്റ്റ് ആയിട്ട് വേണമെന്നില്ല. ചെറുതായിട്ട് ആ ഒരു ടെക്സ്ചർ നമുക്ക് കളർ പെൻസിൽ വെച്ചിട്ട്, ഇപ്പോൾ ഗ്രീൻ ആണെങ്കിൽ ഗ്രീൻ കളർ പെൻസിൽ വെച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കാം.
കുന്തൻ സ്റ്റോൺ ചെയ്തെടുക്കാൻ വേണ്ടി ഞാൻ ഗ്രീൻ ഗ്ലിറ്റർ പെന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഏറ്റവും അവസാനം ഡൂഡിൽ പെൻ വെച്ച് മൊത്തത്തിലൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ റെഡിയായി.